ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ദുരന്തർ മൂവി ഫസ്റ്റ് പാർട്ടില്ലേ അത് കാണാനായിട്ട് ഇരുന്നിട്ടാ. ഇവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ അത് വെച്ചു കൊടുത്തു. ഞങ്ങൾ നേരത്തെ കണ്ടതായതുകൊണ്ട് കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് പിന്നെ അത് അടുക്കളയിലേക്ക് പോവാണേ. ഉച്ചക്കത്തേക്കുള്ള ജോലികൾ ഒരുവിധം ആക്കി വെച്ചിട്ടാണ് പോയത്. അപ്പൊ ബാക്കിയും കൂടി ചെയ്യാലോ എന്ന് ഓർത്തിട്ട് തിരിച്ചിങ്ങോട്ട് വന്നതാ. അപ്പൊ ഇതാ ക്യാബേജ് തോരന് അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാബേജ് തോരൻ ഉണ്ടാക്കി. പിന്നെ കക്കാർച്ചി വറുക്കാനായിട്ട് അതും വേഗം ആക്കി എടുത്തിട്ടാ. പിന്നെ ബീഫൊക്കെ ഞാൻ ഇന്നലെ തന്നെ വേവിച്ച് വെച്ചതായതുകൊണ്ട് വേഗം തന്നെ അതും ആക്കി മോരുകറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തത് കാരണം വലിയ പണി ഉണ്ടായില്ല. വേഗം തന്നെ പണികളൊക്കെ തീർത്ത് ഇനി അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനി അങ്ങോട്ടേക്ക് പോയി എല്ലാവരുമായിട്ടിരുന്ന് കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞിരിക്കാന്നൊക്കെ വെച്ചിട്ട് വേഗം തന്നെ ആ പണിയൊക്കെ തീർക്കാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ പോയി ഞങ്ങൾ വേഗം തന്നെ ഊണ് കഴിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്താലേ നമുക്ക് വേഗം തന്നെ പണി തീരും. അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടേ എങ്ങനെയാ ചെയ്യേണ്ടേ എന്നൊക്കെ ഒരു പെട്ടെന്നൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒന്നും നടക്കൂല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന്റെ വീഡിയോ ഇട്ട് കാണാണ് കേട്ടോ എല്ലാവരും കൂടി ഇരുന്നിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഓരോരുത്തരും പഴയ രൂപത്തിലും. ഇപ്പോൾ 8 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരുന്ന് അതൊരു സന്തോഷമായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷം. അങ്ങനെ അതും കണ്ട് കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് പിന്നെ അതാ ഭക്ഷണം കഴിക്കാനായിട്ട് സമയമായി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നിട്ടാ എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ചോറും കറികളും ഒക്കെ എടുത്ത് വെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്നാട്ടോ ഞങ്ങൾ കഴിച്ചാൽ. അപ്പോൾ കൺമണി ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നുണ്ട്. അവൾ കഴിക്കാനായിട്ടൊന്നും അല്ല, എന്നാലും എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷമല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ വിളമ്പി എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ച് തുടങ്ങി. ഇങ്ങനെ ഭക്ഷണം കഴിക്കലും സംസാരവും ഒക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോയിട്ടാ. അത് കഴിഞ്ഞിട്ട് ഒരു കേക്ക് ഉണ്ടായിരുന്നു ഇന്നലെ ഫോറമോളിൽ നിന്ന് വാങ്ങിയതിൽ ഒരു കേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ ഇന്നലെ കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. അതുമല്ല വയറ്റിലൊട്ടും സ്ഥലം ഉണ്ടായില്ല. ഞങ്ങൾ പിന്നെ ലേറ്റ് ആയില്ലേ വന്ന. പിന്നെ ഇത് കഴിക്കാനായിട്ട് ആർക്കും ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞ് എടുത്ത് വെച്ചേക്ക്, നമുക്ക് നാളെ മുറിക്കാന്നും പറഞ്ഞ് എടുത്ത് വെച്ചതാ. അത് ഇപ്പം മുറിക്കാനായിട്ട് എടുത്തപ്പോഴാണ് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ ഇവര് കേക്ക് കട്ടിങ് ഒന്നും ചെയ്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ തന്നെ മുറിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് അവരെ കൊണ്ട് മുറിപ്പിച്ചതാട്ടോ കേക്ക്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ട് ആ ഒരു കാര്യം കൂടി നടന്നോട്ടെ. ഇതിന്റെ കൂടെ ഇങ്ങനത്തെ കൂടിച്ചേരലുകളൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് കരുതുന്നവർ വന്ന് നമ്മുടെ കൂടെ ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ നിന്ന് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം ചെലവഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ വരട്ടെ എന്നുള്ള ഭയങ്കര ആഗ്രഹം. ഓരോ പ്രാവശ്യവും കണ്ട് മടങ്ങി ഇവർ പോയി കഴിയുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.